മുക്താറാണ് ഈ പ്രാവശ്യം നമ്മൾ റമീസ് കാറിലാണുള്ളത്. പക്ഷേ ഈ റമീസ് ഖാൻ അടുത്തേക്ക് വരുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ അല്ലേ? സംഗതി ശരിയല്ലേ? കാരണം റമീസ് ഖാൻ എടുത്ത മെയിൻ പ്രത്യേകത കുറച്ച് ലക്ഷറി കാറായിരിക്കും, പക്ഷെ അത് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെ ആയിരിക്കും കൊടുക്കുക. നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ടല്ലേ ഈ ഒരു വീട് ഈ യാർഡ് കാര്യങ്ങളൊന്നുമല്ല, വീട്ടിൽ തന്നെയാണ്. എന്താ പരിപാടി, എന്താ ഉദ്ദേശം? അതായത് നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരു ഷോറൂം ഇല്ല, അതിന്റെ വാടക കൊടുക്കണ്ട. ഇപ്പൊ നമ്മൾ ഒരു മെയിൻ റോഡ് ഷോറൂം ആണെങ്കിൽ 1-2 ലക്ഷം റുപ്യൊക്കെ വലിയ ഷോറൂമിന് തന്നെ വാടക കൊടുക്കണ്ട, ഇത്രയും കൂടുതൽ കാറത്താളെ കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ കുറെ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്, മാക്സിമം പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന അതേ പ്രൈസ്. പിന്നെ നോക്കാം നമുക്ക് ഈ 2015 ഈ ക്ലാസ് ഒക്കെ എത്ര ഇത് 12,90,000 ഫുൾ ഓപ്ഷൻ ടോപ്പ്, ഫുൾ ഓപ്ഷൻ ഗ്ലാസ് ടോപ്പ് വണ്ടിയാണ്. 12,90,000. അതേപോലെ തന്നെ ചെറിയ ഓട്ടോ ക്വാളിറ്റി വണ്ടി, ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഗ്ലാസ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒറിജിനലാണ്. ഓക്കെ. അതേപോലെ തന്നെ ഓടി മറ്റേ A4 വരുന്നുണ്ട് 2014 മോഡലല്ലേ? 2014 മോഡൽ എസ് ലൈൻ ഫുൾ ഓപ്ഷൻ ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. എത്ര പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 8,90,000 അതും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ട്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ മിനി കൂപ്പർ വരുന്നുണ്ട്. മിനി കൂപ്പർ ഉണ്ട്, കൺട്രിമാൻ ആണ്. അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 വണ്ടിയാണ്. ഇത് 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ഫുൾ കമ്പനി സർവീസ്. എത്ര പ്രൈസ് വരുന്നത്? ഇത് 12,90. അപ്പൊ എന്താണ് ഞാൻ ഇവിടെ വന്നതെന്നുള്ള കാരണങ്ങൾ മനസ്സിലായില്ലേ? കാരണം മൂപ്പര് വീട്ടിൽ നിന്നാണ് ഫുള്ള് 10 ദിവസം കൂടുമ്പോൾ ഫുള്ള് വണ്ടി അപ്ഡേറ്റ് ആവും. അതെ. ഇപ്പൊ ഇന്നലെ ഒരു വ്ളോഗർ വന്നു പോയത്, അതിലില്ല A4 അതിലില്ല, ഈ ക്ലാസ് അതിലില്ല, പിന്നെ അങ്ങനെ പല വണ്ടികളും. എന്താ വെച്ചാൽ ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഒരു 3 വണ്ടി ഏകദേശം ഇവിടുത്തെ സോൾഡ് ആയി, ഇങ്ങനെ കൈ ഇങ്ങനെ അതാണ് അവസ്ഥ. ഒരു 1 വീക്ക് കൂടുമ്പോൾ വണ്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കറക്റ്റ് മഞ്ചേരിന്ന് പാണ്ടിക്കാട് റോട്ടില് പയ്യനാട് കുട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ എനിക്കൊരു സജഷൻ ഉണ്ട്, നിങ്ങൾ അത് സ്വീകരിക്കണം. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് ഞാൻ സ്റ്റാഫ് മറ്റേ ഷോപ്പ് ഇല്ല, ആ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കണം, നിങ്ങൾ ഷോപ്പ് വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ കച്ചവടം ചെയ്യണം. ഇനി ആ ഒരു മാറ്റം വരരുത്, പ്രൈസ് കൂടും. അപ്പം ഈ ഒരു ഡൽഹി പ്രൈസിന് തന്നെ നിങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്താൽ മതി. അതാകുമ്പോൾ വീട്ടുകാർക്ക് എപ്പോൾ കണ്ടോണ്ട് നമുക്ക് പ്രൈസ് ചെറിയ പൈസക്ക് കാർ കിട്ടും ചെയ്യും. അപ്പൊ എന്തായാലും വീഡിയോ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഫോർച്യൂണർ തുടങ്ങാം. 4x4 ഫോർച്യൂണർ മോഡൽ വരുന്നത് 2014 മോഡൽ ഫോർച്യൂണർ ആണ്. 4x4 മാനുവൽ ആണ് വരുന്നത്. 2014 മോഡൽ 4x4 മാനുവൽ ഫോർച്യൂണർ മാർക്കറ്റിൽ ഇല്ല, കിട്ടാനില്ല. കാരണം ഓഫ് റോഡിന് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ് മാനുവൽ 4x4 മാനുവൽ. ഈ ഓട്ടോമാറ്റിക് വണ്ടി ആകുമ്പോൾ ഗിയർ ബോക്സിനും കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് 4x4 മാനുവൽ വണ്ടിയാണ്. കംപ്ലൈന്റുകൾ വരുന്നത് ഇത് 150 ഉള്ളിൽ 40 പക്ക ഹിസ്റ്ററി ഉണ്ട്. എത്ര ഓണർഷിപ്പ് വന്നിട്ടുണ്ട്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്താണോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. അത് ഓൾമോസ്റ്റ് ഡൽഹി. അത് ആക്സിഡന്റ് ആവില്ല. ഇതിന്റെ പോസ്റ്റ് പില്ലർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എല്ലാ പഞ്ചിങ് പേസ്റ്റിങ്, ഇപ്പൊ ഇതിന്റെ പഞ്ചിങ് ആയിക്കോട്ടെ, ഐ മീൻ ഇവിടുത്തെ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ അതെല്ലാം ക്ലിയർ ആണ്. ടയർ ഒരു ആവറേജ് ആണുള്ളത്. ഇത് 1245 2014 മോഡൽ. 2014 മോഡൽ ഫോർച്യൂണർ 2014 140 ചിലാൻ ഓടിയിട്ടുണ്ട്, 9 ചോട് ഓടിയിട്ടുണ്ട്. 4x4 മാനുവൽ വണ്ടി. കാരണം ഇത് വണ്ടി കുറച്ചുള്ളൂ മാർക്കറ്റിൽ കേട്ടോ. കുറെ ആളുകൾ അന്വേഷിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി. അന്വേഷിക്കുന്ന ആളുകളുണ്ട്, അന്വേഷിക്കാത്ത ആളുകളുണ്ട്. ചില ആൾക്കാർ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നത്, അന്വേഷിക്കുന്ന ആളുകൾ ഇത് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തത്. പക്ഷെ ഓഫ് റോഡിങ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ പർപ്പസിന് ആവശ്യം. ഇത് എത്ര ലോൺ കയറും? ലോൺ നമ്മൾ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ചെയ്യുന്നു. അതായത് വണ്ടി വന്ന് അവർക്ക് വേണ്ടി അത് അവരുടെ ചോയ്സ്. ഫുള്ള് ഡൽഹി വണ്ടികളാണ് ഉള്ളത്. എല്ലാം NOC പ്രൈസ് ആണ് പറയുന്നത്. ടാക്സ് അവർ അടക്കേണ്ടി വരും. നമ്മൾ അവരുടെ RTOയിലേക്ക് NOC എടുത്തു തരും. പക്ഷെ ചില NRI കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ചില RTOയിൽ അവർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ നമ്മൾ ടാക്സ് അവർ എടുക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഫോർച്യൂണർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലക്ഷറിയിലേക്ക്. ഫോർച്യൂണർ ന്യൂ ഷേപ്പ്. ഏതാ മോഡൽ വരുന്നത്? ഇത് ഫോർച്യൂണർ 2016 വണ്ടിയാണ്. 2016 മോഡൽ. ടൂ വീൽ ഓട്ടോമാറ്റിക് ആണോ? ഇത് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. ടൂ വീൽ ഓട്ടോമാറ്റിക്. അതെ. ഓണർഷിപ്പ് പറഞ്ഞത് ഇത് ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 50 ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്. റീസെന്റ് സർവീസ് എടുക്കാൻ കമ്പനി
ഹിസ്റ്ററി ഉണ്ട് റീസെന്റ് സർവീസ് ഇറങ്ങാൻ കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ഡാമേജ് എവിടെ ഇല്ല. ഓക്കെ, ആവറേജ് ടയർ ആണ് വരുന്നത്. അതെ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത് ലാസ്റ്റ് ഫൈനൽ? ഇത് ലാസ്റ്റ് നമുക്ക് 21,90,000 രൂപ. 21,90,000. അതെ. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയ പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്നുള്ള ഒരു വെളിയും വരുത്തും എല്ലാം കൂടെ 21,90,000 അല്ലേ? അതെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് മിനി കൂപ്പർ ആക്കിയാലോ? ഓഡി Q3 ആക്കിയാലോ? Q3 ആക്കാം. ഓഡി Q3 ഒരു പ്രത്യേകത ഉണ്ട്, പറയാൻ പറ്റുമോ? ഓഡി Q3 4-wheel ഡ്രൈവ് ആണ് വരുന്നത്. അല്ല, അത് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ആരാന്നറിയോ? പർച്ചേസിംഗ് ആരറിയോ? ഇല്ല. അത് ജസ്റ്റ് മമ്മൂട്ടി എടുത്ത വണ്ടിയാണ് സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ്. Q3. അത് 369 നമ്മളെ സഫാരി കാറിലുണ്ടായിരുന്നു. ഞാനും സ്പാൾവറും കൂടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ശരിക്കും നമ്മളുടെ ഒരു കാറല്ല, നമ്മളൊരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങി വെച്ച വണ്ടിയാണ്. നമ്മൾ ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ 1 മാസം ഗ്യാരണ്ടിയാണ്. ഓക്കെ, 1 മാസം ഗ്യാരണ്ടിയിലാണ് എല്ലാ വണ്ടികളും കൊടുക്കുന്നത്. അതാണ് നമ്മളിരുന്ന് എടുക്കാൻ പറ്റുന്ന അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് എന്ന് വെച്ചാൽ എഞ്ചിനും ഗിയറും സ്റ്റാരിംഗ് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ബുഷോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കസ്റ്റമർ ചിലപ്പോൾ ചെയ്യാണ്ടാവും. പക്ഷെ ഇത് വില വളരെ ചീപ്പാണ്. ഏതാ മോഡൽ പറഞ്ഞത്? ഇത് 2013 വണ്ടിയാണ്. 2013 ഓഡി Q3 ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ടോപ്പ് വേരിയന്റ്. ടോപ്പ് സൺറൂഫ് ഒക്കെ വരുന്ന പാനോരാമിക് റൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അതിപ്പോ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പ്രശ്നമില്ല. എന്നാലും ആ ഒരു പണി എടുക്കാനുള്ള പ്രൈസ് അടക്കം റേറ്റ് കുറച്ചിട്ട് ഇത് വിത്ത് NOC എത്ര പ്രൈസ് വരുന്നത്? 7.5 ലാസ്റ്റ് 2013 ഓഡി Q3 55 തരാൻ പോകുന്നത്. ഇത് നമ്മളെ വണ്ടിയല്ല, ഇനി ഇത് വേറെ ആളുടെ വണ്ടിയാണ്. അപ്പൊ ആളുടെ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് ഫോണിൽ വിളിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്കി എല്ലാ വണ്ടിയും നമ്മളെ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് മിനി കൂപ്പർ കൺട്രിമാൻ ഏതാ മോഡൽ വരുന്നത്? മിനി കൂപ്പർ കൺട്രിമാൻ 65,000 കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സർവീസും കമ്പനിയിലുണ്ട്. നല്ല വണ്ടിയാണ്. പിന്നെ ഒരു ലേഡി യൂസ് ചെയ്ത വണ്ടിയാണ്. 2014 വണ്ടി. 2014 വണ്ടി. ഈ കൺട്രിമാന്റെ വലിയ പ്രത്യേകത 20 കിലോമീറ്റർ മുകളിൽ മൈലേജ് അത്യാവശ്യം നല്ലോണം കിട്ടും. പിന്നെ അതായത് ഇത് പൊതുവേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ചെറിയ വണ്ടിയാണ്. അത് വണ്ടി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിനെന്തായാലും പ്രൈസ് എന്തായാലും ഇത് വളരെ കുറവാണ്. വേറെ ആരും കൊടുക്കണില്ല. ഇത് ഒന്നാമത് ലോ കിലോമീറ്റർ ഇത്ര ക്വാളിറ്റി ഉള്ള മിനി കൂപ്പർ മാർക്കറ്റിൽ ഇല്ല. അത് എനിക്ക് നിങ്ങളോട് ഗ്യാരണ്ടി ആയിട്ട് 65,000 കിലോമീറ്റർ. അതെ, 65,000 കിലോമീറ്റർ ജെനുവിൻ ഫുൾ സർവീസ്. ഓക്കെ, ഇത് മറ്റേ NOC-ലാണോ? വിത്ത് NOC വെറും 65,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടി. അതെ, ഒരു 2 ലക്ഷം റുപ്യ നമ്പർ ആക്കാനുള്ള കോസ്റ്റ് വരും. അതായത് സത്യം പറഞ്ഞാൽ 15 ലക്ഷം രൂപന്റെ ഉള്ളിലേക്ക് കേരള രജിസ്ട്രേഷൻ 15 ലക്ഷം രൂപയുള്ള 20 മൈലേജ് ഒക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഇത് കറക്റ്റ് പ്രൈസ് എങ്ങനെ വരുന്നത്? 12,90 ആണ് നമ്മളെ വണ്ടിന്റെ പ്രൈസ്. RC ഓണറോ? സെക്കൻഡ് RC വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി ഫുൾ ആണ്. 1 മന്ത് എന്തായാലും വാറണ്ടി തരും. പിന്നെ ചെറിയ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ചെറിയ ടച്ചിങ്സ് കാര്യങ്ങൾ. കാരണം അത് വണ്ടി ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വണ്ടി ഇങ്ങോട്ട് നാട്ടിൽ എത്തുന്നത്. അപ്പോ പിന്നെ 2 ദിവസമായിട്ടുള്ളൂ. വർക്കുകൾ കാര്യങ്ങളില്ല. ചെറിയ പിന്നെ ബുഷേഴ്സ് അല്ലെങ്കിൽ ചെറിയ ടച്ചിങ് ഒക്കെ വണ്ടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും കേട്ടോ. ആ പ്രൈസ് ആണ് 12,90 കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ബെൻസ് സി ക്ലാസ് നോക്കിയാലോ? ബെൻസ് സി ക്ലാസ് ഏതാ മോഡൽ വരുന്നത്? സി ക്ലാസ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടിയാണ് ബെൻസിന്റെ സി ക്ലാസ്. അതായത് ഒരു കസ്റ്റമർ എടുത്ത് ഞാൻ എല്ലാവരുടെ എന്നോട് ചോദിക്കും നിങ്ങൾ ഏത് വണ്ടി എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡഡ് കാറാണ്. റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താ? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്തായാലും ഒരു 40 കാറെങ്കിലും മിനിമം ഞാൻ സി ക്ലാസ് ഈ ടൈപ്പ് വണ്ടി വിറ്റിട്ടുണ്ടാവും. ഒരു 40+ വണ്ടി വിറ്റിട്ടുണ്ട്. ഞാനൊരു 4-5 വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും വണ്ടികൾ വിറ്റിട്ടുണ്ട്. ഒരാൾ പോലും ഈ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇതിന് വന്നിട്ടില്ല. ഇതിന്റെ എഞ്ചിനോ ഗിയറോ സ്റ്റിയറിംഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേജർ മെയിൻറ്റെയിൻ ചെയ്യണം. ആകെ വരുന്ന വെച്ചാൽ ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ ലൈറ്റിംഗ് ഇതൊക്കെ ഒരു വർഷത്തിൽ നമുക്ക് ഒരു 10,000 രൂപ ഓയിൽ സർവീസ് കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ അത്രയും പെർഫെക്റ്റ് നല്ല വണ്ടി നോക്കി എടുക്കാൻ. ഇത് 2015 വണ്ടിയാണ്. 2015 ലാസ്റ്റ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഗ്ലാസ് ടോപ്പ് പാനോറാമിക് റൂഫ് എന്ന ടോപ്പിൽ ഗ്ലാസ് അടിപൊളി നോക്കിയാൽ കാണാൻ കഴിയും. പാനോറാമിക് റൂഫ് വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയാണ്. ന്യൂ കാർ പോലത്തെ വണ്ടിയാണിത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 43 സംതിങ് 43 സംതിങ് ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ട്.
ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് എന്താണോ? ഇതിനൊന്നും റീപ്ലേസ് ഇല്ല, എല്ലാം ഒറിജിനലാണ്. ചെറിയ ഡെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അത് റെഡിയാക്കി പെയിന്റ് അടിച്ചിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ലാസ്റ്റ് ഫൈനൽ 18,40,000 രൂപ. 18,40,000 രൂപയ്ക്ക് സി ക്ലാസ് ബെൻസ് 2015 വെറും 45,000 കിലോമീറ്റർ അല്ലേ? 43,000 കിലോമീറ്റർ, 2,000 കിലോമീറ്റർ കൂടി. ബ്ലാക്ക് ഇപ്പൊ നമ്മൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് കച്ചവടമായ വണ്ടിയാണ് ബ്ലാക്ക്. സി ക്ലാസ് സെയിം വണ്ടി തന്നെയാണ്. സി ക്ലാസ് അതിപ്പോ കച്ചവടമായ വണ്ടി അല്ലേ? അതെ അതെ. വൈറ്റ് ഉണ്ട്. സി ക്ലാസ് ബ്ലൂ കളർ നമ്മളിത് വരാനുണ്ട്. 18 എത്ര പറഞ്ഞു? 18,40. 18,40 അല്ലേ? രണ്ട് GLA വരുന്നുണ്ട്. GLA ഏതാ മോഡൽ വരുന്നത്? കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറയാം. കാരണം നമുക്കത് പറഞ്ഞു കൊടുക്കണം ആളുകളോട്, എന്തുകൊണ്ടാണ് നമ്മളിവിടെ ചില ലിമിറ്റഡ് കാറുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ അതെ. അത് ആക്ച്വലി നമ്മൾ ഓഡി A6 എന്ന് പറഞ്ഞ കാറ് നമ്മൾ എടുക്കലില്ല, മെർസിഡീസ് A ക്ലാസ് എടുക്കലില്ല, മെർസിഡീസ് B ക്ലാസ് നമ്മൾ എടുക്കലില്ല. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. കാരണം അതൊക്കെ നമ്മൾ ട്രാപ്പ് ആവുന്ന വണ്ടികളാണ്. കാരണം അതിന്റെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഫോർച്യൂണർ 4x4 മാനുവല്, പിന്നെ ബെൻസിൽ സി ക്ലാസ്, പിന്നെ ഇവിടെ ബെൻസിൽ GLA, ഓഡി A4, അതൊക്കെ ഒരു സെലക്റ്റീവ് വണ്ടികൾ മാത്രം. അതെ അതെ. ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. എവിടെ A6 നമ്മൾ എടുക്കൂല, ഒരിക്കലും എടുക്കാൻ പാടില്ല ആൾക്കാർ. കാരണം അത് ചോറയാണ്, എടുത്തോ തലയിലാണ് കുടുങ്ങും. അതിന്റെ സസ്പെൻഷനും ഇതും തീർന്നു കിട്ടൂല, ടർബോ കുന്നിനൊക്കെ ഉണ്ട്. ഇപ്പൊ ബെൻസിന്റെ A ക്ലാസ് എന്ന് വെച്ചാൽ റിനോൾട്ടിന്റെ എഞ്ചിൻ വെച്ച്, മെർസിഡീസ് ആണ് ടോപ്പ് എഞ്ചിനുള്ള വണ്ടിയാ, പക്ഷെ അവർ റിനോൾട്ടിന്റെ എഞ്ചിൻ വാങ്ങി ഉപയോഗിക്കുന്ന വണ്ടിയാണ് മെർസിഡീസിന്റെ A ക്ലാസ്. അതുപോലെ തന്നെ B ക്ലാസ് ഉണ്ട്. ഈ വണ്ടികളൊന്നും നമ്മൾ വാങ്ങരുത്, ഇതൊക്കെ നമ്മൾ കുടുങ്ങുന്ന വണ്ടികളാണ്. പക്ഷെ നമ്മൾ GLA ഉണ്ട്, ഇത് മൈലേജ് കൂടുതലാണ്, 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ കംപ്ലൈന്റുകൾ പൊതുവെ കുറവ്. നമ്മൾ C ക്ലാസിനെ കൊണ്ട് പക്ഷേ C ക്ലാസ് നമ്മൾ റാങ്ക് 1, റാങ്ക് 2 ലെവലിലേക്ക് പിന്നെ ഒരു 2 നമ്മൾ ഈ ക്ലാസ് കൊടുക്കും. GLA CLA ഒരേ എഞ്ചിൻ വരുന്ന CLA എന്ന് പറഞ്ഞിട്ട് വണ്ടി കൂടി ഉണ്ട്. ഇതിന്റെ ഒരു സെഡാൻ ടൈപ്പ് വണ്ടി വരുന്നുണ്ട്, ഒരു ക്യൂട്ടിലേക്ക്, അതും GLA കൂടി. പക്ഷെ ഇത് രണ്ടും മൈലേജ് ഭയങ്കര ഉണ്ട്, സൂപ്പർ വണ്ടിയാണ്. ഈ 2-3 വണ്ടികളാണ് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യല്. നമ്മളിപ്പോ എപ്പോ വന്നാലും സ്റ്റോക്ക് ഉണ്ടാവും ഈ വണ്ടികൾ. ഇത് പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾ വരും. ഈ GLA ഏതാ മോഡൽ വരുന്നത്? 2014-15 രജിസ്റ്റർ വണ്ടിയാണ്. 14-15 രജിസ്ട്രേഷൻ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 79,000 കിലോമീറ്റർ. ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. അതെ അതെ. എത്ര കിലോമീറ്റർ പറഞ്ഞത്? ഇത് നമുക്ക് ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. 79,000 കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ലാസ്റ്റ് ഫൈനൽ 12,90,000 രൂപക്ക്. ഈ വണ്ടിയിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട്, വണ്ടി പറ്റിയതേ ഉള്ളൂ. അപ്പൊ ഈ സ്ക്രാച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ട് 1290. അത് 1 month വാറന്റി വിത്ത് 1 month വാറന്റി. എല്ലാ വണ്ടികളും വാറന്റി. ഈ Q3 നമ്മളെ വണ്ടി അല്ലാത്തതുകൊണ്ട് അതിന് മാത്രം അതായത് എഞ്ചിനും ഗിയറിനൊക്കെ ഗ്യാരണ്ടി കേട്ടോ. അതായത് ചെറിയ പ്രശ്നങ്ങളൊക്കെ വണ്ടിയാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ബൾബ് ഫ്യൂസ് ആവുന്നു, ചെറിയ ബുഷ് കംപ്ലൈന്റ്സ് ഒക്കെ കസ്റ്റമർ അറിയാം. മേജർ ഇഷ്യൂസ് അതെ അതെ അതെ. ഒരു കമ്പനി 2 വർഷം വാറന്റി കൊടുക്കുകയാണെങ്കിലും എഞ്ചിനൊക്കെ നമുക്ക് ഒരു 6 മാസം വരെ കൊടുക്കാം കേട്ടോ. കാരണം അതൊക്കെ അത്രയും കോൺഫിഡന്റ് ആണ്. പക്ഷേ ഞാൻ നമുക്ക് നെക്സ്റ്റ് ആ ഒരു GLA നോക്കിയിട്ട് ഈ ക്ലാസ്സിലേക്ക് ഈ GLA ഏതാ മോഡൽ വരുന്നത്? അതെ അതെ, ടോപ്പ് വേരിയന്റ് ആണ്. പിന്നെ ഇത് 2015 വണ്ടിയാണ്. 2015 ഫുള്ള് ഏകദേശം ഓൾമോസ്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ? 55,000 കിലോമീറ്റർ ഓടി. 55,000 കിലോമീറ്റർ. ഇതിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റുകൾ ഒന്നുമില്ല, എല്ലാം ഒറിജിനലാണ്. അതെ അതെ അതെ. അതായത് ചെറിയ കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇത് ശരിക്കും ഫസ്റ്റ് ഓണർ ആണ്. പക്ഷെ വണ്ടി നമുക്ക് കസ്റ്റമർ എന്ന് നമ്മളെ കൈക്ക് തരാൻ പേരുന്ന് മാറിയാൽ അയാൾക്ക് വണ്ടി വിട്ടു തരുന്നില്ല. അങ്ങനെ നമ്മൾ തൽക്കാലം ഒരു ബിനാമി പേരിൽ അവിടെ പേര് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ കറന്റ് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അതെ അതെ. ഇത് ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് ലാസ്റ്റ് 13,40. 13,40,000. അതെ അതെ. ലോൺ ചോദിക്കേണ്ട ആവശ്യമില്ല. ലോൺ ഫുള്ള് എല്ലാ വണ്ടികളും നമ്മള് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിക്ക്, ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എല്ലാ ചൊറപുറകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും. ഈ ക്ലാസ് ഏതാ മോഡൽ വരുന്നത്? ഈ ക്ലാസ് 2015 വണ്ടി. 2015. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ടോപ്പ് അതായത് നമ്മളെ സി ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ സി ക്ലാസ് ഈ ക്ലാസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടി. സി ക്ലാസ്സിനൊക്കെ ഏകദേശം എത്ര മന്തിൽ എത്ര പോകും ഈ ക്ലാസ് നമ്മൾ വിൽക്കുന്നത്? എന്തായാലും ഒരു
കാർ 4 to 5 കാർ മിനിമം ഈ ക്ലാസ് മാത്രം സെയിൽ ചെയ്യുന്നുണ്ട്. സംഗതി അടിപൊളിയാണ്. ഞാൻ ചിന്തിച്ച ഒരൊറ്റ കാര്യമാണ്, കാരണം ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് മൂപ്പര് ഫുള്ള് സെയിൽ ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു ഞാൻ എന്നെ വിളിക്കുന്ന ആള് എന്റെ അടുത്ത് വണ്ടി വാങ്ങിയ ഒരാളും നമ്മളെ കുറിച്ച് പരാതി പറയില്ല. അതായത് നമ്മൾ വണ്ടി വാങ്ങിയ ഒരാൾക്കും നമ്മളെ കുറിച്ച് പരാതികൾ ഉണ്ടാവില്ല. വളരെ മോശമാണെന്നുള്ള പരാതികൾ ഒരാളും പറയില്ല. കാരണം ഇവർക്ക് ചെക്ക് ചെയ്തിട്ട് നല്ല നമ്മളത്തെ സ്കാനർ ഉണ്ട്, അതൊരു 4 lakh കോസ്റ്റിംഗ് നമ്മളെ സ്കാനറിലിട്ട് സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ കിലോമീറ്ററും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇത് റെക്ടിഫൈ ചെയ്തിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് കസ്റ്റമർ എടുത്ത് പറയുന്നു അങ്ങനെ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വിശ്വസിച്ചെടുക്കാൻ പറ്റും. എപ്പം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല നമ്മളെ 24 hour സപ്പോർട്ട് നമ്മളെ വിളിക്കാം. വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നമോ ഡൗട്ടോ ഇനി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മളിതൊരു ഇതൊരു ക്രൈസിന്റെ പുറത്താണ്. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിച്ചാൽ നമ്മൾ ആക്റ്റീവാണ്, അവൈലബിൾ ആണല്ലേ. ഓക്കെ, ഇത് ഈ ക്ലാസ് ഏതാ മോള് പറഞ്ഞത്? 2015 ഓണർഷിപ്പ്. ഇത് സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 65,000 കിലോമീറ്റർ ആണ്. ഫുള്ള് നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റുകൾ ഒന്നുമില്ല. അതായത് പിന്നെ ഗ്ലാസുകളെല്ലാം ഒറിജിനലാണ്. ബൾബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനാണ്. ചെറിയ ടച്ചപ്പ് ടയറും ഉണ്ട്. പിന്നെ കുറച്ച് ഇത് വണ്ടി കുറച്ച് ഫിനിഷിംഗ് ആക്കാണ്ട് വണ്ടി ചെറിയൊരു ടച്ചപ്പ് പണി സ്ക്രാച്ച് ഒക്കെ ചെറിയ വലുതല്ല, ഇതൊക്കെ ചെറിയ മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. അതൊരു 30,000 കോസ്റ്റ് എക്സ്ട്രാ ചെയ്താൽ ഞങ്ങൾ ചെയ്തു തരാൻ കഴിയൂട്ടോ. ചോദ്യം വരുന്നത് 1290 ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ നീറ്റാണ്. ഈ പറഞ്ഞ മാതിരി എക്സ്റ്റേണലുള്ള ചെറിയ ഡോട്ട്സ് ഒക്കെ ഡോട്ട്സ് ആണ്. ചെറിയ അതായത് വലിയ സംഭവമാക്കാനുള്ളതൊന്നല്ല, ചെറിയ ഡോട്ട്സുകൾ. അതിപ്പോ എക്സ്ട്രാ ഒരു 30,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഫുള്ള് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കാം. നല്ല പെയിന്റർ നമ്മളെ കെയർ ഓഫിലുണ്ട്. ഉള്ളതെന്ന് വെച്ചാല് നമ്മളെ കയ്യിൽ ജാഗോർ XF പിന്നെ റെഡ് CL വരുന്നുണ്ട്. പിന്നെ ഈ ക്ലാസ്സുകൾ BMW 3GT എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ആളുകൾ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ ഫുൾ ടൈം ഡൽഹിയിലാണ് ഉള്ളത്. അപ്പൊ ആളുകൾക്ക് ഇന്നെ നേരിട്ട് വിളിക്കാം. നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് നിങ്ങൾ കൊടുക്കണം. അപ്പൊ ആ ലിങ്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ക്ലിക്ക് നമ്മൾ ഡൽഹിയിൽ തന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിൽ ഫോട്ടോ ഇടും. അപ്പൊ നമുക്കൊരു ചെറിയ കമ്മീഷൻ റേറ്റിൽ വണ്ടി കിട്ടിയാൽ ഈ പറഞ്ഞ എല്ലാ വണ്ടികളും ഇതിനേക്കാളും പ്രൈസ് കുറവിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. കാരണം ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അവരെ നമ്മളെ വിശ്വസിക്കും. അതെ, അത് നമുക്ക് തരാൻ പറ്റുന്നത് നമ്മൾ റെഫറൻസ് ആണ്. നമ്മളത് മുമ്പ് വാങ്ങിയ ആളുകളെ റെഫറൻസ് പല ആളുകളും ഉണ്ട്. ഞാൻ വാട്സാപ്പിന്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം, ക്ലിക്ക് ചെയ്തോളി. അപ്പൊ എന്തായാലും നമ്മളിപ്പോ അതൊന്നും കുഴപ്പമില്ല, സാധനം കാണിച്ചല്ലോ. അപ്പൊ നമ്മളെ കറക്റ്റ് സ്പോട്ട് ഒന്നുകൂടി പറഞ്ഞാൽ മഞ്ചേരിയില് പയ്യനാട് കുട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ എന്തായാലും റമീസ് ബ്രോയുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട്. വേഗം വിളിച്ചോളി. അതേപോലെ തന്നെ വാട്സപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. വേഗം അതിൽ ജോയിൻ ചെയ്തോളി.